CTTC Computer Teacher Training Course. C++, Python, Tally plus GST Expert. AI Artificial Intelligence DCA Government Approved Diploma in Computer Application EL Office. Digital Marketing, Web Designing DTP, Vacation Courses, Spoken English. Sri Shankaracharya Computer Center, Ottapalam. നഗരസഭയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലെ HMC കമ്മിറ്റി രൂപീകരണത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിച്ച പ്രതിനിധികളുടെ പേരുകൾ കൗൺസിൽ അംഗീകരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികളുടെ HMC രൂപീകരണവുമായി ബന്ധപ്പെട്ട അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭയ്ക്ക് സർക്കാരിൽ നിന്ന് കൈമാറി കിട്ടിയ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പരിപാലനം, ആസൂത്രിത വികസനം, പൊതുജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾക്കായി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷയായ കമ്മിറ്റിയിൽ വൈസ് ചെയർപേഴ്സൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ സ്ഥിര അംഗങ്ങളായിരിക്കും. സ്ഥാപനം നിൽക്കുന്ന വാർഡിലെ കൗൺസിലർ, മുനിസിപ്പൽ എഞ്ചിനീയർ, KSEB KWA എഞ്ചിനീയർമാർ, മെഡിക്കൽ ഓഫീസർമാർ എന്നിവർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിച്ച പ്രതിനിധികളെയാണ് കൗൺസിൽ അംഗീകരിച്ചത്. കോൺഗ്രസിന്റെ ഭാഗമായി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് NK ജയരാജൻ, ആയുർവേദ ആശുപത്രിയിലേക്ക് ദിലീപ്, ഹോമിയോ ആശുപത്രിയിലേക്ക് കബീർ, അർബൻ HSCയിലേക്ക് AN അബ്ദുൾ റഹ്മാൻ എന്നിവരെയും BJPയുടെ ഭാഗമായി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് A സരൂപ്, ആയുർവേദ ആശുപത്രിയിലേക്ക് K ശിവദാസ്, ഹോമിയോ ആശുപത്രിയിലേക്ക് KP കൃഷ്ണകുമാർ, അർബൻ PHC ശിശുവിഹാറിലേക്ക് C സുമേഷ് എന്നിവരെയും CPIയുടെ ഭാഗമായി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് സയ്യിദ് മുഹമ്മദ്, ആയുർവേദ ആശുപത്രിയിലേക്ക് അനിൽകുമാർ, ഹോമിയോ ആശുപത്രിയിലേക്ക് സുധാമണി, അർബൻ PHC ശിശുവിഹാറിലേക്ക് ശിവദാസ്, FHC പനമണ്ണയിലേക്ക് K പാറക്കുട്ടി എന്നിവരെയും കേരള കോൺഗ്രസിന്റെ ഭാഗമായി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് തോമസ് ജേക്കബ്, ആയുർവേദ ആശുപത്രിയിലേക്ക് അബ്ദുൾ റസാഖ്, ഹോമിയോ ആശുപത്രിയിലേക്ക് ഷാജി തോമസ്, അർബൻ PHC ശിശുവിഹാറിലേക്ക് സൈമൺ KK എന്നിവരും അടങ്ങിയ ലിസ്റ്റാണ് കൗൺസിൽ അംഗീകരിച്ചത്. പ്രദേശവാസികളിൽ നിന്ന് കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുന്ന പരമാവധി 3 പേർ എന്നിവരും കമ്മിറ്റികളിൽ അംഗങ്ങളായിരിക്കുമെന്നും കൗൺസിൽ അറിയിച്ചു.